പേര് ഇത് ഭയങ്കര കമ്പനിയാണ്, എന്താണ് ജർമ്മൻ കമ്പനിയാണ്, ഷ്വാസ്കോഫ്, പറയുന്നത് ശരിയാണോ എന്ന്. അതിൻ്റെ ഷ്വാസ്കോഫ് ഷൈൻ ഹെയർ സ്പ്രേ. ഇത് ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ്. എന്താണ് എൻ്റെ പേര്? ഇത് ബ്ലണ്ടിൻ്റെ ഹീറ്റ് പ്രൊട്ടക്ഷൻ ഹെയർ മിസ്റ്റ്. ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇത് അടിച്ചാൽ മുടിക്കൊരു പ്രൊട്ടക്ഷനാണ്. ബ്ലോ ഡ്രൈ ബ്രഷ്, ഹാവൽസിൻ്റെ ബ്ലോ ഡ്രൈ ബ്രഷാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? സെറം തേച്ചിട്ടല്ലേ, ഈ സെറം തേച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. ഇത് നല്ല സെറമാണ് അല്ലേ? ഏതാ നല്ലത്? നമ്മൾ ശാന്തിഗിരി വെജിറ്റബിൾ സ്റ്റോളിലാണ്, അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോവാം. പറയും പച്ചക്കറി പച്ചക്കറി കടയിൽ സദ്ഗുരുവേ ശരണം. ഞാനേ മുടി ഒന്ന് കളർ ചെയ്യാൻ പോവാ. കുറച്ച് നേരമുണ്ട്, എനിക്ക് ഇവിടെ ഉണ്ട്, പിന്നെ ഇതാ ഇതിൻ്റെ ഇവിടെ. ഞാൻ മുമ്പ് നമ്മുടെ ലൈഫ് ഡിവൈനിൽ ഒരു കളർ കാണിച്ചിട്ടുണ്ട്. അത് എനിക്കൊന്ന് കുറേ ലക്ഷക്കണക്കിന് പേര് അത് കണ്ടു, കുറേ പേര് അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് ബുദ്ധിമുട്ട്, ഒരു പൊടി പോലെ അത് കലക്കി തേച്ച് കുറച്ച് പാടായിട്ട് എനിക്ക് തോന്നി. അതായത് ഇടുന്നതിന് നമ്മൾ വേറൊരാളെ ആശ്രയിക്കണം, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട്. മുമ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഹെന്നയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്, ഹെന്ന. പക്ഷെ ഹെന്ന ഇട്ട് എനിക്ക് തോന്നുന്നു മുടി ഇങ്ങനെ ചകിരി പോലെ. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ പോയി കെരാറ്റിനൊക്കെ ചെയ്ത് മുടിയുടെ ഒരു നോർമൽ, എൻ്റെ ഈ ഭയങ്കര ചകിരി പോലെ ആയതൊക്കെ മാറ്റി ഒന്ന് നല്ലതാക്കി എടുത്തു മുടി. അപ്പോൾ അതിനുശേഷം പിന്നെ ഹെന്ന എന്ന് പറഞ്ഞ് ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ ഇതാ ഇത്, അതായത് കണ്ടോ ഇത് ഇത് പക്ഷേ കൊള്ളാം ആക്ച്വലി. ലോറിയൽ പാരീസിൻ്റെ കാസ്റ്റിംഗ് ക്രീം ഗ്ലോസ് എന്ന് പറഞ്ഞിട്ട് നോ അമോണിയ കണ്ടീഷനിങ് കളർ. ഇത് എബണി ബ്ലാക്ക് ആണ്. അപ്പം ഇതിന് ആക്ച്വലി 249 ആണ്. അപ്പം ഇത് പക്ഷേ കൊള്ളാം. അപ്പം ഗുരുകൽപ്പന കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, ഫെയറിൽ അവൻ മുടി വെട്ടാൻ പോയപ്പോഴേ അവിടുത്തെ എക്സ്പേർട്സ് ആണല്ലോ ഫെയർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഫെയറിലുള്ളവർ പറഞ്ഞത്, നിങ്ങൾ എന്ത് ഷാമ്പൂ എന്ത് വാങ്ങിക്കണം, നിങ്ങൾ ലോറിയലിൻ്റെ വാങ്ങിക്കണം, ബാക്കിയെല്ലാം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞത്. അതിന് ബിസിനസ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ലോറിയൽ പാരീസിൻ്റെയാണ് ഏറ്റവും നല്ലത്. അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലാതെ കിട്ടുകയും വേണം, അത് വേറെ കാര്യം. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ സ്ഥിരം ഇപ്പോൾ എത്രയോ നാളായിട്ട് ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ആരുടെയും സഹായം വേണ്ട, നമുക്ക് തലയിൽ ഷാമ്പൂ ഇടുന്നത്. പക്ഷേ ഷാമ്പൂ അല്ല കേട്ടോ, ഇത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ തലയിൽ നന്നായിട്ട് ഈ സ്കാൽപ്പിലൊക്കെ മസാജ് ചെയ്യാം. മസാജ് ചെയ്തിട്ട് നമ്മളൊരു 20 മിനിറ്റ് നിന്ന് കഴുകി കളഞ്ഞാൽ മതി, സൂപ്പറായിരിക്കും മുടി. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് വന്നു വെച്ചാൽ ഒരു 20-25 ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇടണം. അപ്പം ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ എപ്പോഴോ ഒരു സമയത്ത് എനിക്കിത് കിട്ടിയില്ല. ഇത് കിട്ടാതെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ ഈ നര. പക്ഷെ അതിനൊരു സാധനം ഉണ്ടല്ലോ ശ്രീജയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ പേര് കളർ ടോൺ, എന്തോ ഒരു ഏതോ ഒരു സംഭവം ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്റ്റിക്ക് പോലെ സാധനം ഉണ്ട്, അത് ഇവിടെയൊക്കെ കിട്ടും. പക്ഷെ അത് ഞാൻ ജസ്റ്റ് ഇവിടെ ടച്ച്, എനിക്ക് ഭയങ്കര തലവേദന. അത് ഉപയോഗിച്ചിട്ട് തലവേദനയുടെ ഒരു രക്ഷയില്ല. ഇങ്ങനെ തലയുടെ അകത്തുനിന്ന് വരുന്നത്. അപ്പോൾ ഞാൻ അത് നിർത്തി, അത് പറ്റില്ല. അങ്ങനെ ഞാൻ പുഷ്പത്തിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കാണുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പുഷ്പം എങ്ങനെയോ കണ്ടുപിടിച്ചു കൊണ്ട് വന്നതാണ്. അങ്ങനെ പുഷ്പം എനിക്ക് കണ്ടുപിടിച്ചു തന്നതാണ് മേക്ക് മീ ബോൾഡ്, അതിൻ്റെ കവർ അപ്പ് ഹെയർ മഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഇത് സൂപ്പറാണ് കേട്ടോ. ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഒരു തലവേദന എടുത്തില്ല. ഇത് കണ്ട, ഇതിങ്ങനെ ഒരു സ്പോഞ്ച് ഇവിടെ ഇതിൻ്റെ താഴെ തന്നെ ഇടും. അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇതിനകത്ത് നിന്ന് എടുത്ത് നമുക്ക് ഇവിടെ ആവശ്യമുള്ള സ്ഥലത്ത് ഇങ്ങനെ ടച്ച് ചെയ്യാം. അങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ കണ്ട് ഇവിടെ എനിക്ക് കുറച്ച് ഈ വകുപ്പിൻ്റെ അവിടെ കുറച്ച് ഗ്യാപ്പ് പോലെ തോന്നില്ലേ, അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കവർ ചെയ്യാനായിട്ട് ഇത് നല്ല. ഇത് വെച്ച് ഇങ്ങനെ ആക്കി കൊടുത്താൽ നമുക്ക് ആ ഒരു എന്താ പറയുക, ചെറിയൊരു കഷണ്ടി പോലെ തോന്നുന്നു, ഒരു വെള്ള ഹൈവേ പോലെ പോകണുണ്ട് ഇവിടെയൊക്കെ ഒരു ഹൈവേ. 500 സംതിങ് ആണ്, പക്ഷെ ഇത് ബോധ്യമാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇതിനിതാ മുകളിൽ ഇതാ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ കുഞ്ഞു ബേബി ഹെയർസ് ഒക്കെ നമുക്കൊന്ന് കറുപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഇത് വെച്ച് ചെയ്യാം. അപ്പം ഇതാണ് സംഭവം. ഇത് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. പെട്ടെന്നൊക്കെ നമുക്ക് എവിടെയെങ്കിലും പോകണം, ഇതുപോലെ കളറൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ ഡെയിലി നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഗ്യാപ്പുകളൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, തലവേദനയൊന്നും എനിക്കെടുത്തില്ല. അപ്പോൾ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. അങ്ങനെ ഇരിക്കവേ ഞാൻ വിചാരിച്ചു
ഇവരെ പിള്ളേരൊക്കെ കളർ അടിക്കുന്നുണ്ടല്ലോ, അതേപോലെ കളർ നമുക്ക് ഈ നരയിലൊക്കെ പെർമനൻ്റ് ആയിട്ടൊരു കളർ ചെയ്ത് അവിടെ ഇരിക്കൂലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരില്ലല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ പുഷ്പം പറഞ്ഞ അമ്മ എന്നൊരു കാര്യം ചെയ്യും, നമുക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ അവർ ഹെയർ കളർ ചെയ്യുന്നത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ, അത് അവൾ ചെയ്തു തരാം, അപ്പം നമുക്ക് അത് വാങ്ങിച്ചു നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഏത് വാങ്ങിച്ചത്, അങ്ങനെ ഞങ്ങൾ സ്ട്രീക്സിൻ്റെ ക്രീം ഹെയർ കളർ വാങ്ങിച്ചു. നാച്ചുറൽ ബ്ലാക്ക് ആണ് ഇത്. സിമ്പിളാണ്, ഇതുപോലെ മിക്സ് ചെയ്യുക, നമ്മുടെ തലയിൽ ഒരു ബ്രഷ് വെച്ച് അടിക്കുക. അപ്പം അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾ കണ്ടോളൂ. പ്രൈസ് എന്ന് പറഞ്ഞാൽ 200. അപ്പം ഇതാണ് എല്ലാ ബ്യൂട്ടി പാർലേഴ്സിലൊക്കെ അവർ ഉപയോഗിക്കുന്ന സ്ട്രീക്സിൻ്റെ ക്രീം ഹെയർ കളറാണ്. പുഷ്പം നന്നായിട്ട് എനിക്ക് മുടിയിൽ ഇതൊക്കെ ഇട്ട് തരും കേട്ടോ, അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പം സ്ട്രീക്സ് ആണ് ഇട്ടിരിക്കുന്നത്, നാച്ചുറൽ ബ്ലാക്ക്. എനിക്ക് ഇങ്ങനെ കുറച്ച് സ്ഥലത്താണ് നരയുള്ളത്, പക്ഷെ ഞാനിപ്പോൾ ഫുൾ മുടിയിൽ ഇട്ടു. പക്ഷെ ഞാൻ ഇനിയിപ്പോൾ ആലോചിക്കുന്നുണ്ട്, ഇനിയിപ്പം ഫുൾ മുടിയിൽ ഇടണ്ട, ആയ കുറച്ച് നര പോലെ വരുന്ന സ്ഥലത്ത് മാത്രം ഇട്ടാൽ മതിയോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ. ഇത് മുടി നന്നായിട്ട് നമ്മൾ ഷാംപൂ ചെയ്യണം ആദ്യം. അതായത് തലേ ദിവസം നമ്മൾ ഷാംപൂ ഇട്ട് മുടി നന്നായിട്ട് കഴുകണം. ആ കഴുകിയ മുടിയിൽ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ഇത് കളർ ചെയ്യേണ്ടത്. ഇത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. മറ്റേത് 1 മാസം പോലും മറ്റേതൊന്നും ലാസ്റ്റ് ചെയ്യില്ല. ഇനിയിപ്പോൾ കളർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അത് നോക്കട്ടെ. നമുക്ക് തനിയെ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ. പിന്നെ ചിലരൊക്കെ ചെയ്ത് എനിക്ക് തോന്നുന്നു എക്സ്പേർട്ട് ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നെറ്റി, ആ ബോർഡർ ലൈനില്ലേ ചെവിയിൽ, നമ്മുടെ ചെവിയോട് ചേർന്നുള്ള ഭാഗം, നെറ്റി, അവിടെ എല്ലാം നമ്മൾ വാസലിൻ പുരട്ടണം, കഴുത്തിലും ഒക്കെ. ഞാൻ പുരട്ടി, എന്നിട്ടും അതത്ര പോരായിരുന്നു, പുരട്ടിയത് അത് ശരിയായില്ല. അപ്പോൾ എനിക്ക് കുറച്ച് കറുപ്പ് കളറ് നെറ്റിയിലൊക്കെ വന്ന് ഇങ്ങനെ കുറച്ച് കറ പോലെ ഇരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിനത് പോയി. ഞാനിങ്ങനെ നോക്കുക, നമ്മൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേ എക്സസൈസ്, ഫേസ് യോഗ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. ഒന്നാമത് നമ്മളിപ്പോൾ ഡയറ്റ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി നമ്മുടെ സ്കിന്നൊക്കെ തൂങ്ങാൻ ചാൻസ് കൂടുതലാണ്, കഴുത്ത് അതൊക്കെ. അപ്പോൾ നമ്മൾ ഇതുപോലെ മസിൽസിന് നല്ല ഒരു എക്സസൈസ് കൊടുക്കണം, മുഖത്തെയും കഴുത്തിലെയൊക്കെ. അപ്പം അതിന് പറ്റിയ ഒരു എക്സസൈസാണ് ചെയ്യുന്നത്. കുറേ നാൾ മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഫേസ് യോഗ എന്ന് പറഞ്ഞു. അന്ന് ഞാനിങ്ങനെ മെലിഞ്ഞിരിക്കുന്ന സമയത്ത്. ഇത് ഭയങ്കര നല്ലതാണ്, നമ്മുടെ ഈ ഡബിൾ ചിൻ പോവാനും കഴുത്തൊക്കെ സ്ലിം ആവാനൊക്കെ. മുഖത്തെ പല ഭാഗങ്ങളും അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയല്ലേ, അത് നമ്മൾ മാറ്റിയിട്ട് നമ്മളിങ്ങനെ മുഖത്തിന് നല്ല എക്സസൈസ് കൊടുക്കുന്ന ഇതൊക്കെ ചെയ്യണം, ഫേസ് യോഗ ചെയ്യണം. ആരോ ഒരാൾ കമൻറ്റിൽ ചോദിച്ചിരിക്കുന്നത്, എൻ്റെ മുടി ഒറിജിനൽ ആണോ? കളിയാക്കി ചോദിച്ചതല്ലേ ആ ചോദിച്ച ആള്. ഇത് വിഗൊന്നും അല്ല, പക്ഷെ മുടി എന്താ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ എൻ്റെ മുടിയുടെ രഹസ്യം എന്നൊക്കെ ചോദിച്ചാൽ, എനിക്ക് അത്ര ഭയങ്കര മുടിയില്ലല്ലോ, കുറച്ച് ആവശ്യത്തിനുള്ള മുടിയേ ഉള്ളൂ. അത് ഇപ്പം ഈ ഒരു ടെക്സ്ചർ വന്നത് നമ്മുടെ കെരാറ്റിൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ. കെരാറ്റിൻ ചെയ്ത് പിന്നെ ഞാൻ സ്മൂത്തനിങ് ചെയ്യാറുണ്ട്, അപ്പം മുടി മാനേജ് ചെയ്യാൻ പറ്റും. മറ്റേതെൻ്റെ മുടി ഈ ഹെന്നയൊക്കെ ഇട്ടിട്ട് ചകിരി പോലെ ആയിപ്പോയി, മുടി എങ്ങനെ കിട്ടിയാലും ശരിയാവില്ല. ഇപ്പം പക്ഷെ ഓക്കെ കണ്ട, ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഇതൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. വാസലിൻ ഇട്ടിട്ടുണ്ടല്ലോ മുഖത്ത്, അപ്പം അതുകൊണ്ടൊരു ഓയിലി ഇതുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ അവിടെയൊക്കെ ലിഫ്റ്റ് ചെയ്യുക, ഈ നമ്മുടെ ലാഫ് ലൈൻ അതൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കണം. അതിന് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ നോക്കി ചെയ്താൽ നമുക്ക് ഫേസ്, ആ തലയിലിടുന്നത് കഴിക്കാൻ കണ്ടവ ഒരു ക്രീം പോലെയുണ്ട്, അറിയാതെ എടുത്ത് കഴിച്ചു പോവോ. പിന്നെ നമ്മുടെ വെയിറ്റ് ലോസിന്റെ ഇന്ന് 23rd ഡേ അന്നാണ് ഞാനിത് എഡിറ്റ് ചെയ്യുന്നത്.
കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്ന് എൻ്റെ വെയിറ്റ് രാവിലെ നോക്കിയപ്പോൾ 4 കിലോ ടോട്ടൽ കുറഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഉള്ള ഡയറ്റൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ, ഡേ 1 ഡേ 2 ഒക്കെ. അപ്പോൾ ഇപ്രാവശ്യത്തെ എൻ്റെ പരീക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തി ഫുഡ് മാത്രമല്ല, ഒരു 20% നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റി ഫുഡ്. ഇപ്പം ചിലപ്പോൾ ജങ്ക് ഫുഡ് ആയിരിക്കും, ഇപ്പോൾ ബർഗർ കഴിക്കും. അപ്പോൾ അങ്ങനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാനിപ്പം ഡയറ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് വെയിറ്റ് കുറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമുക്ക് കഴിച്ചുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാം. പക്ഷെ ബാക്കിയെല്ലാം നമ്മൾ കാലറി നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ശാന്തിഗിരി വെജിറ്റബിൾ സ്റ്റോൾ ഉണ്ട്, അവിടെ ഫുഡ് സർവീസസ്, നല്ല വെജ് റെസ്റ്റോറൻ്റ് ഉണ്ട് നമുക്ക് ശാന്തിഗിരിയുടെ. അവിടെ പോയി നല്ല മസാല ദോശയൊക്കെ തട്ടി വിട്ടിട്ടുണ്ട്. ഒരു മസാല ദോശയുടെ കാലറി എന്ന് പറയുന്നത് ഒരു 500 കാലറീസ് ഒക്കെ വരും. പക്ഷെ നമുക്കിപ്പോൾ നമ്മുടെ ടോട്ടൽ വെയിറ്റ് അനുസരിച്ച് കാലറി ഡെഫിസിറ്റ് നോക്കുമ്പോൾ അതിനകത്തൊക്കെ അത് ഇൻക്ലൂഡ് ആയിരുന്നു. അതുകൊണ്ടൊരു കുഴപ്പമില്ല. കണ്ട, ഈ വിരലുകൾക്ക് നമ്മൾ എക്സസൈസ് കൊടുക്കാറുണ്ടോ? ഇത് അപ്പം അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ഹെയർ കളർ ചെയ്തു. ഇതിൻ്റെ കൂടെ അവരൊരു കണ്ടീഷണർ വെച്ചിട്ടുണ്ട്. ആ കണ്ടീഷണർ ഉപയോഗിച്ച് നമ്മൾ കഴുകി കളഞ്ഞതിന് ശേഷം ആ കണ്ടീഷണറും കൂടെ ഇട്ട് മുടി വാഷ് ചെയ്യാനാണ് അവർ പറയുന്നത്. അപ്പോൾ ഇനി എന്ന് പറഞ്ഞാൽ എൻ്റെ മുടി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പം ഞാൻ പുഷ്പത്തിനോട് പറഞ്ഞു, ഒന്ന് എനിക്ക് സെറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ പുഷ്പം വന്നു. അതുപോലെ എനിക്ക് മുടിയിൽ ഷൈൻ സ്പ്രേ ചെയ്യാം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഫിലിം സ്റ്റാർസിനെയൊക്കെ മുടി കണ്ടിട്ടില്ല, ഇങ്ങനെ തിളങ്ങി നിൽക്കില്ലേ. അവർ സെറ്റ് ചെയ്തതിന് ശേഷം അവരിതാ ഈ സ്പ്രേ അടിക്കും. പക്ഷേ ഇന്ന് വരെ ഇത് വാങ്ങിച്ചിട്ട് അടിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എനിക്കൊരു ദിവസം ഇതൊന്ന് സ്പ്രേ ചെയ്ത് നോക്കണം. ഇതിൻ്റെ പേര്, ഇത് ഭയങ്കര കമ്പനിയാണ്, എന്താണ്, ജർമ്മൻ കമ്പനിയാണ്, ഷ്വാസ്കോഫ്. പറയുന്നത് ശരിയാണോ എന്ന്. അതിൻ്റെ ഷ്വാസ്കോഫ് ഷൈൻ ഹെയർ സ്പ്രേ. ഇത് ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ്. എന്താണ് ഇതിൻ്റെ പേര്? ഇത് ബ്ലണ്ടിൻ്റെ ഹീറ്റ് പ്രൊട്ടക്ഷൻ ഹെയർ മിസ്റ്റ് ആണ്. ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇത് അടിച്ചാൽ മുടിക്കൊരു പ്രൊട്ടക്ഷനാണ്. പിന്നെ നമ്മുടെ ലിവോണിൻ്റെ ഫ്രിസ് ഫ്രീ സിറം. പിന്നെന്താ ഉള്ളത് മുടിയിൽ? ഇത് മുടിയുടെ മസാജർ അല്ലേ. ഇങ്ങനെ നമുക്ക് മസാജ് ചെയ്യാം. നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തലയോട്ടിയിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ, അത് കമന്ന് കിടന്ന് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു 100 പ്രാവശ്യം ഇങ്ങനെയൊക്കെ ചെയ്താൽ മുടി വളരുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ചെയ്തൊക്കെ നോക്കാം. ഇങ്ങനെ കറക്കണമെന്നാണ് പറയുന്നത്. എണ്ണ തേച്ചിട്ട് ഇങ്ങനെ കറക്കണം. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇവിടെ കുറച്ച് നമ്മൾ ക്രീമൊക്കെ തേച്ചിട്ട് വേണം, വാസ്ലിനൊക്കെ തേച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. പക്ഷെ ഞാൻ ശരിക്കും തേച്ചു, എന്നിട്ടും എനിക്കിവിടെ കറുത്ത പാച്ചസ് വന്നു ചെറുതായിട്ട്. അത് ഞാൻ തേച്ചിട്ടൊക്കെ പോകുന്നു. ഇത് കാണിച്ചു കൊടുക്കണ്ടേ? ഇതെന്താ, ഒരു കാര്യം കാണിച്ചെന്നില്ല. ബ്ലോ ഡ്രൈ ബ്രഷ്, ഹാവൽസിന്റെ ബ്ലോ ഡ്രൈ ബ്രഷ് ആണിത്. നമ്മൾ എന്താ ചെയ്യുന്നത്, സെറം തേച്ചിട്ടല്ലേ, ഈ സെറം തേച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. നല്ല സെറം ആണ് അല്ലേ. ഏതാ നല്ലത്, ലിവോണിന്റെ ആണോ, സ്ട്രീക്സ് ആണോ, അതോ ലോറിയലിന്റെ ആണോ? എനിക്ക് എല്ലാം ഇഷ്ടമാണ്. പക്ഷെ ലോറിയൽ പാരിസിന്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ എന്ന് പറയുന്നത് അടിപൊളിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ എന്റെ മുടിക്ക് വലിയ എന്താണ് ഡ്രൈ അല്ലാത്തതുകൊണ്ട്. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ മുടിയുടെ. അയ്യോ, ജനല. നമ്മുടെ ചാനലിൽ മുടി എങ്ങനെ കെയർ ചെയ്യുന്നത്, അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട് മുമ്പ്. അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി കണ്ടു നോക്കട്ടെ. നല്ല ഹെയർ പാക്കൊക്കെ ഉണ്ട്. ഞാൻ സാധാരണ ഇടുന്ന ഹെയർ പാക്കൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ശാന്തിഗിരി വെജിറ്റബിൾ സ്റ്റോളിലാണ്. അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോവാം. പറയാം, നമുക്ക് പച്ചക്കറി ഒന്ന് എടുത്തു, പച്ചക്കറി കടയിൽ നിന്ന്. ഹലോ സബീന, എത്ര നാളെ, സുഖായിരിക്കുന്നു? ഫോട്ടോ ആയമ്മോ, ഞാൻ ബേക്കറിയിൽ മിസ് ചെയ്യുന്നു. ഇത് നമ്മുടെ വെജിറ്റബിൾ സ്റ്റോളിനകത്തുള്ള ഒരു ചെറിയ കൗണ്ടറാണ്. ശാന്തിഗിരി ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ കിട്ടും. എല്ലാം ഉണ്ട്, മസാല, മുളക് പൊടി, നമ്മുടെ തറി ഉൽപ്പന്നങ്ങൾ, ബേക്കറി സാധനങ്ങൾ, ആയുർവേദ മരുന്നുകൾ, എല്ലാം നമുക്ക് ഇവിടെ ഒരു ചെറിയ ഒരു ഔട്ട്ലെറ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും.
ഇത് മുറിവെണ്ണയാണ്. മുറിവെണ്ണ എന്ന് പറയുമ്പോൾ എല്ലാ ആയുർവേദത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് ഹൃദയരഞ്ജിനി ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പേറ്റന്റ് മെഡിസിനാണ്. ഇത് രണ്ടും ഇല്ലാതെ നമ്മുടെ ശാന്തിഗിരി വിശ്വാസികൾക്ക് ഒരു ജീവിതം ഇല്ലെന്ന് പറയാം. എന്ത് വേദന വന്നാലും ഹൃദയരഞ്ജിനി മുറിവെണ്ണ എടുത്ത് പുരട്ടും. അത് ഭയങ്കര എഫക്റ്റീവാണ്. ഹൃദയരഞ്ജിനിക്ക് ഭയങ്കര സെയിൽസാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സ്വന്തം മസാലകളാണ് ഇരിക്കുന്നത്. ഇത് ആയുർവേദ മരുന്നുകൾ, കദളീകൽപ്പ രസായനമൊക്കെയാണ്. ഹൃദയമോഹിനി അത് സിദ്ധ മെഡിസിനാണ്. ഇത് കണ്ടോ, ഉദരസുധ, വയറിനൊക്കെ എന്തെങ്കിലും വന്നാൽ അത് കഴിക്കാം. എന്ത് നല്ലതല്ലേ ആയുർവേദ മരുന്ന് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സുഖമാണ്. ശരിക്കും നല്ല ശുദ്ധമായ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഒരു മരുന്നെന്നൊരു ഫീലിംഗ്. ഒട്ടുമേ നമുക്കൊരു കെമിക്കൽ എന്നുള്ളൊരു ചിന്തയില്ല. എന്തോ നല്ല കാര്യം. ഹൃദയശാന്തി എന്ന് പറഞ്ഞാൽ ഹാർട്ടിന് പറ്റിയ സൂപ്പർ ടോണിക്കാണ്. ഇനി ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതാരാണെന്നറിയാം? ബാലസർവാംഗം നമ്മുടെ ഏറ്റവും വലിയ മെഡിസിനാണെന്ന്, ഇതിലും വലിയൊരു മരുന്ന് ആശ്രമത്തിൽ ഇല്ലെന്ന് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. ബാലസർവാംഗം എത്രയോ ആയിരക്കണക്കിന് രോഗങ്ങൾക്ക് ഇത് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നന്മയാണ്, മറ്റേത് ഗുരുകൽപ്പനൻ, എൻ്റെ മോൻ. ഇവരെ രണ്ടുപേരുടെയും പടം പണ്ട് അഭിവന്ദ്യ ശിഷ്യപൂജിത തന്നെ അത് സെലക്ട് ചെയ്ത് ബാലസർവാംഗത്തിൽ കൊടുത്തത് ഇടാനായിട്ട്. ഇത് നമ്മുടെ ഉഷ. അത് നമ്മുടെ തറയിലെ മുണ്ടുകളൊക്കെയാണ് കേട്ടോ. നമുക്ക് കൈത്തറിയുണ്ട്. ഇതൊക്കെ തറയിലെ നെയ്ത മുണ്ടുകളാണ്. കാവി മുണ്ടും തോർത്തും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ തറിയൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഡെവലപ്പ് ചെയ്യണം. അത് അടുത്തൊരു സ്റ്റേജിലേക്ക് കടക്കേണ്ട ഒരു കാലഘട്ടമായി. ഇത് നല്ല പച്ചക്കറി സ്റ്റോളാണ്. നമ്മുടെ നല്ല ആശ്രമത്തിൽ ഇവിടെ കൃഷി ചെയ്യുന്നതും പിന്നെ അല്ലാതെയുള്ള വെജിറ്റബിൾസും ഒക്കെ ഉണ്ട്. നമ്മൾ ഒന്നുകിൽ ആശ്രമത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ചെറിയ പച്ചക്കറി കടയുണ്ട് നമ്മുടെ, അവിടെ നിന്നാണ് ഞാൻ വാങ്ങിക്കുന്നത്. സ്വന്തം നമ്മുടെ പപ്പടം, ആശ്രമത്തിൻ്റെ പപ്പടം. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ കയറി. അപ്പോൾ അവിടെ എല്ലാം ഉണ്ട് കേട്ടോ, സൂപ്പർ ഫുഡ്. അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ ആശ്രമത്തിൻ്റെ ഈ ഒരു വെജിറ്റബിൾ സ്റ്റോളിൽ നിന്ന് കിട്ടുന്ന, ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന വെജിറ്റേറിയൻ ഫുഡ് വളരെ ഫേമസ് ആണ്. കഴക്കൂട്ടത്ത് ടെക്നോ പാർക്കിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എല്ലാവരും ഇവിടെ വന്ന് വെജിറ്റബിൾ സ്റ്റോളിൽ നിന്ന് കഴിക്കും. അതുപോലെ ഇതിലേ പോകുമ്പോൾ VIP പലരെയും ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. കാരണം ചെറിയൊരു കടയാണ്, നമുക്ക് വലിയൊരു പോഷായിട്ടുള്ള ഒരു ഇതൊന്നുമല്ല. ബട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, ചെറിയൊരു സൗകര്യം. പക്ഷെ നല്ല തിരക്കാണ്. നമ്മളവിടെ ചെന്ന് ഇരുന്നാൽ ചിലപ്പോൾ ആൾക്കാർ വന്ന് നമുക്ക് ഫുഡ് തരാൻ വൈകുന്നതുകൊണ്ട് ദേഷ്യപ്പെടുന്നതാണ് ആൾക്കാർ. അപ്പോൾ നല്ല ടേസ്റ്റി ഫുഡാണ്. ഇവിടുത്തെ കുക്ക് എല്ലാം നല്ല പാചകം അറിയുന്നവരെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്തായാലും. അപ്പോൾ എല്ലാവരും മസാല ദോശ കഴിക്കണം. അപ്പോൾ മസാല ദോശ എന്ന് പറയുമ്പോൾ നമ്മുടെ കാലറി നോക്കിയപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റും. 500 കാലറീസൊക്കെയാണ് വരുന്നത്. അപ്പോൾ വലിയ കുഴപ്പമില്ല. ഉഴുന്നുവടയൊക്കെ കഴിച്ചു. അവർ പനീർ മസാല ദോശയാണ് കഴിച്ചത്. ഞാൻ സാധാ മസാല ദോശ ആയിപ്പോയി. ഞാൻ പനീർ മസാല ദോശ എന്ന് പറഞ്ഞിരുന്നപ്പോൾ എനിക്ക് സാധാ മസാല ദോശയാണ് കൊണ്ടുവന്നത് കേട്ടോ. എന്തായാലും പിന്നെ കഴിച്ചു. ഇപ്പോൾ ശ്രീ പറയാറ് നമ്മളിപ്പോൾ പാരഗണിൽ, ഇമ്പീരിയലിലൊക്കെ പോയി നല്ല വെജിറ്റേറിയൻ ഫുഡ് നമ്മൾ പല സ്ഥലത്തു നിന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ശാന്തിഗിരിയുടെ ഈ വെജിറ്റേറിയൻ ഫുഡ് സൂപ്പറാണെന്ന് പറയുമായിരുന്നു. എല്ലാവരും ഇതിലേക്ക് വരുമ്പോൾ വന്ന് കയറി കഴിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും, അത് ഉറപ്പാണ്. നല്ല ടേസ്റ്റി ഫുഡാണ്. അതുപോലെ ഇവിടുത്തെ പനീർ കറി ആവട്ടെ, ചില്ലി ഗോബി എല്ലാം നല്ലതാണ്. ഇവിടെ വീറ്റ് പൊറോട്ടയുണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. കൊത്തു പൊറോട്ട, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ തരം ഫുഡും ഇവിടെ കിട്ടും. അപ്പം എല്ലാവരും ഇതിലേ വരുമ്പോൾ ശാന്തിഗിരിയിൽ കയറി ഇവിടെ നിന്ന് നമ്മുടെ മെയിൻ റോഡിലൂടെ വരുമ്പോൾ പോത്തൻകോട് നിന്ന് വെഞ്ഞാറമൂട് പോണ വഴിയിലാണ്. പോത്തൻകോട് നിന്ന് വെഞ്ഞാറമൂട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് ആശ്രമം കാണാം. അപ്പോൾ അവിടുന്ന് പർണശാല ദൂരെ കാണാം. അവിടെ ബാങ്ക് ഓഫ് ബറോഡ എത്തുന്നതിന് മുമ്പാണ്. റൈറ്റ് സൈഡിൽ നമ്മുടെ ശാന്തിഗിരി ആയുർവേദ ഇതുണ്ടല്ലോ, വൈദ്യശാലയുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്. അപ്പം അകത്തോട്ട് കയറിയ ഭയങ്കര ഹെർബൽ ഗാർഡനൊക്കെ ഉണ്ട്. നമുക്ക് എത്രയോ ആയിരക്കണക്കിന് മരുന്നുകൾ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ നടുക്കാണ് ഹോസ്പിറ്റൽ. അപ്പം അവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ വിജയുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വലിയൊരു ആയുർവേദ മെഡിക്കൽ കോളേജ്, സിദ്ധ മെഡിക്കൽ കോളേജൊക്കെ ഉണ്ട് നമുക്ക്. സിദ്ധ മെഡിസിൻ എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അത് ലോകം അറിയാൻ പോകണല്ലോ, അത്ര ഭയങ്കര മെഡിസിനാണ് സിദ്ധ മെഡിസിൻ.
നമ്മൾ വിചാരിക്കും സിദ്ധ മെഡിസിൻ എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഇതുപോലെ ആൾക്കാർ പറയുന്നത് കേൾക്കാം. പക്ഷേ സിദ്ധ മെഡിസിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്കും സൂപ്പറാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഋഷിമാരുടെ ഒരു മെഡിസിനാണ്. ആയുർവേദം എന്ന് പറയുന്നത് അതിനേക്കാൾ കുറച്ച് റിഫൈൻഡ് ആണ് ഇത്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഇതിൽ പച്ചമരുന്നൊന്നുമല്ല, അതെല്ലാം ഇങ്ങനെ ഭസ്മീകരിച്ച് അതൊക്കെ വീണ്ടും വീണ്ടും അത് റിഫൈൻ ചെയ്തെടുക്കുന്ന മെഡിസിനാണ് സിദ്ധ എന്ന് പറയുന്നത്. ഇപ്പോൾ സിദ്ധ മെഡിക്കൽ കോളേജ് ഉണ്ട്, താല്പര്യമുള്ളവർക്ക് അവിടെ മെഡിസിൻ പഠിക്കാം, സിദ്ധ ഡോക്ടേഴ്സ് ആവാം. അപ്പോൾ ശരി, so see you in the next video. Until then, you take care. Sadguresh.